തിരികെ സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സർക്കാർ അനുമതിയില്ലാതെ താൽക്കാലിക നിയമനം നടത്തിയതായ റിപ്പോർട്ട്. 720 കരാർ ദിവസവേതന നിയമനങ്ങളാണ് നടത്തിയത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോട് കൂടിയേ നടത്താവൂ എന്ന മാനദണ്ഡം ലംഘിച്ചാണ് നിയമനം. സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിയമനത്തിനായി ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നും ആരോപണം. 2 വർഷത്തിലധികമായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, 720 കരാർ ദിവസ വേതന ജീവനക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അനുമതി വേണ്ടതുണ്ട് എന്ന മാനദണ്ഡം ലംഘിച്ചാണ്. ആർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടാകുന്ന ധൈര്യം? അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഒരു കരാർ ദിവസവേതനം അല്ലെങ്കിൽ കരാടിസ്ഥാനത്തിൽ ഒരു താൽക്കാലിക ജോലി നൽകുകയാണെങ്കിൽ അതിൽ കൃത്യമായി എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിലാണെങ്കിൽ പോലും സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ താൽക്കാലിക നിയമനം നടത്താൻ പാടൂ. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്തരത്തിൽ മുൻകൂർ അനുമതി വാങ്ങാതെ 720 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 720 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നടപടി ആവർത്തിക്കരുതെന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേലാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2.5 വർഷത്തിലധികമായി ഇത്തരത്തിൽ ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തന്നെ നിലച്ചിട്ട് സാധാരണപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ജീവനക്കാരെ നിയമിച്ച ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ബന്ധപ്പെട്ട ഈ താൽക്കാലിക ജീവനക്കാരെ 700 പേരെ നിയോഗിച്ച് അതിനുവേണ്ടി അവർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുകൊണ്ടാണെന്നൊരു ഗുരുതരമായ ആരോപണമാണ് എന്തായാലും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യത്തിൽ വിജിലൻസിന്റെ തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്കടക്കം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടി ആയിട്ടുള്ള മുരളി ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് 720 നിയമനങ്ങൾ അവിടെ നടന്നിരിക്കുന്നു. അത് സർക്കാരിന് അനുമതി ഇല്ലാതെ തന്നെയാണ് നിയമനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്ന് സർക്കാരിന് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അതിൽ സമഗ്രമായ അന്വേഷണം വേണം. ബന്ധപ്പെട്ട ആരാണോ, അതായത് ഇത്തരത്തിൽ ഈ അനധികൃത നിയമനം നടക്കുക അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ആരാണോ അവർക്കെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം തന്നെയാണ് എന്തായാലും കൃത്യമായി ഉന്നയിക്കപ്പെടുന്നത്. അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. 720 നിയമനങ്ങളാണ് സർക്കാർ അനുമതിയില്ലാതെ നടത്തിയിരിക്കുന്നത്.